പേരിനൊപ്പം ഒടുവിൽ എന്ന സംബോധന ഉണ്ടെങ്കിലും അഭിനയത്തിൽ മുൻപിലായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അഭിനയ മികവ് കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച നടൻ. ഗൗരവമുള്ള വേഷങ്ങളിലും കോമഡി രംഗങ്ങളിലും ഒരുപോലെ തിളങ്ങിയ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് വേറിട്ട ശൈലിയായിരുന്നു. ഗ്രാമീണ നിഷ്കളങ്കതയും ലാളിത്യവും ഒടുവിലിനെ വ്യത്യസ്തനാക്കി. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ ഒരു സ്വഭാവ നടനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഹാസ്യത്തിനും അഭിനയത്തിനും പ്രാധാന്യമുള്ള ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1943 ഫെബ്രുവരി 13 കേരളത്തിലെ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന സ്ഥലത്ത് എങ്കക്കാട്ട് ഒടുവിൽ വീട്ടിൽ കൃഷ്ണമേനോൻ്റെയും പാറുക്കുട്ടി അമ്മയുടെയും ഇളയ മകനായാണ് ഉണ്ണികൃഷ്ണൻ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാർ ഹൈസ്കൂളിൽ നിന്ന് പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ ഒരു സരസകവിയും മറ്റൊരമ്മാവൻ ഉണ്ണികൃഷ്ണമേനോൻ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന നർത്തകനുമായിരുന്നു. ചെറുപ്പകാലം തൊട്ടേ സംഗീതത്തിൽ തൽപരനായിരുന്നു ഉണ്ണികൃഷ്ണൻ. ചെറുപ്പത്തിലെ തബല, മൃദംഗം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ അഭ്യസിച്ചു. കലാമണ്ഡലം വാസുദേവ പണിക്കരായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഗുരു. സംഗീതത്തിലെ അദ്ദേഹത്തിന്റെ കഴിവ് ഏതാനും സംഗീത ട്രൂപ്പുകളിൽ ജോലി ചെയ്യാനും തുടർന്ന് പ്രസിദ്ധ നാടകവേദിയായ KPAC-യിൽ പ്രവർത്തിക്കാനും കേരള കലാവേദിയുമായി സഹകരിക്കാനും ഇടനൽകി. ഇവിടങ്ങളിൽ പ്രധാനമായും തബലിനിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. ഒരു ഗായകനും സംഗീത സംവിധായകനും കൂടിയായിരുന്ന ഉണ്ണികൃഷ്ണൻ നിരവധി ആൽബങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. E. ജയചന്ദ്രൻ എഴുതിയ ഒടുവിൽ മായാത്ത ഭാവങ്ങൾ ഈ അനശ്വര നടന്റെ ജീവിതവും സിനിമയും രേഖപ്പെടുത്തിയിട്ടുള്ള ജീവിതകൃതിയാണ്. PN മേനോൻ സംവിധാനം ചെയ്ത് 1973 റിലീസ് ചെയ്ത ദർശനമായിരുന്നു ആദ്യത്തെ സിനിമ. A. വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ട ആയിരുന്നു രണ്ടാമത്തെ സിനിമ. പിന്നീട് 400-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. പ്രമുഖ സംവിധായകരായ തോപ്പിൽ ഫാസി, ഹരിഹരൻ, സത്യൻ അന്തിക്കാട് എന്നിവരോടൊപ്പമൊക്കെ ഉണ്ണികൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുരുവായൂർ കേശവനിലെ ആനപ്പാപ്പാൻ, വരവേൽപ്പിലെ നാരായണൻ, ആറാം തമ്പുരാനിലെ കൃഷ്ണവർമ്മ, കളിക്കളത്തിലെ പലിശക്കാരൻ, പുന്നാരത്തിലെ മക്കൾ നോക്കാത്ത അധ്യാപകൻ, വധു ഡോക്ടറാണ് എന്ന പടത്തിലെ ഗൃഹനാഥൻ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഒടുവിൽ അനശ്വരമാക്കി. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കൂത്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള 2002 കേരള സംസ്ഥാന സർക്കാർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അവസാന കാലത്ത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന കാലത്ത് പലതവണ അസുഖം കൂടി വന്നിരുന്നു. അസുഖം മൂർച്ഛിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് സത്യൻ അന്തിക്കാടിന്റെ രസതന്ത്രത്തിൽ അഭിനയിക്കാനെത്തുന്നത്. നീരുവന്ന വീർത്ത കവിളുകൾ പ്രകടമായി കാണാമായിരുന്നു. ആ കഥാപാത്രത്തിന് ഇണങ്ങുമായിരുന്നു അസുഖാവസ്ഥയും എന്നത് മിഴിവായി. രസതന്ത്രത്തോടെ ആ അഭിനയ ജീവിതത്തിന് തിരശീല വീണു. വൃക്ക സംബന്ധമായ തകരാറുകൾ കൊണ്ട് തന്നെ അദ്ദേഹം 2006 മെയ് 27 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. തുടർന്ന് മൃതദേഹം വടക്കാഞ്ചേരിയിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചപ്പോൾ കനത്ത മഴയെ വകവയ്ക്കാതെ ആയിരങ്ങൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. മെയ് 28 ഭാരതപ്പുഴയുടെ കരയിൽ പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. സത്യൻ അന്തിക്കാടിന്റെയും കമലിന്റെയും ഒക്കെ സിനിമകളിൽ കണ്ട് മതിമറന്ന വാചാലനായ ആ നാട്ടിൻപുറത്തുകാരൻ. വള്ളുവൻ നാടൻ ഭാഷ സ്ഫുടതയോടെ സംസാരിക്കുന്ന അദ്ദേഹം കഥാപാത്രമായി മാറുമ്പോൾ തൊട്ടയൽപക്കത്തെ കുമാരേട്ടനെയും ചായപ്പീടികയിലിരുന്ന് ചൂളം വിളിച്ച് തർക്കിച്ച് പിന്നെ ചിരിച്ച് പറ്റിൽ വരവ് വെച്ച് ചീറിപ്പായുന്ന അമ്പലക്കമ്മിറ്റി സെക്രട്ടറി നായരേട്ടനുമൊക്കെ മനസ്സിൽ ഓടിക്കൂടുമായിരുന്നു. 35 വർഷക്കാലം മലയാളികളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തിളങ്ങിയ കഥാപാത്രങ്ങൾ ഇന്നും മലയാളികൾക്കുള്ളിൽ മായാതെ കിടക്കുന്നുണ്ട്.